നവംബർ മാസം 26 ക്രിസ്തു വർഷം 2025 പല്ലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം, അതിന് 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും വന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുമാനമുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതിന് കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും ആകുന്നതിനാലാണ്. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യാവതാരത്താൽ ഞങ്ങളുടെ പാപപരിഹാരം അവിടെ നടത്തിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ മനുഷ്യന് നഷ്ടപ്പെട്ടത് തിരികെ തരാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കർത്താവെ, അവിടുത്തെ ആഗ്രഹങ്ങൾ, രക്ഷയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. വളരെ അഗാധമായ വിഷയങ്ങളാണ്, ദൈവിക തലത്തിലുള്ള വിഷയങ്ങളാണ്. അത് മനസ്സിലാക്കാൻ തക്ക അടിയങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം പഠിച്ചു വരുന്ന വിഷയം ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, തന്നെ സൃഷ്ടിയായി നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഹിതവും ഇച്ഛയും മനുഷ്യൻ്റെ ഇച്ഛയും ഉത്തരവാദിത്വവും ചേർന്ന ഒരു മഹാപദ്ധതിയാണ്, കൃപയിൽ ഉള്ള ഒരു പദ്ധതിയാണ് ദൈവം പ്ലാനിട്ടിരിക്കുന്നത്. ആ പ്ലാനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മരക്ഷ തന്നെ. ഈ ആത്മരക്ഷ, പാപമോചനം എന്ന ആ വിഷയം, നീതീകരണം എന്ന വിഷയം, നമുക്ക് ഈ അനുസരണം എവിടെ നിന്ന് ലഭിക്കും, നീതി എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള വിഷയങ്ങളാണ് അതിപ്രധാനമായ വിഷയങ്ങൾ. എന്ത് പഠിച്ചില്ലെങ്കിലും ഈ കാര്യം നാം പഠിച്ചിരിക്കണം. ദൈവത്തിൻ്റെ നമ്മെ സംബന്ധിച്ച രക്ഷ, സത്യത്തിൻ്റെ പരിജ്ഞാനം, ഇതാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു. സത്യത്തിൻ്റെ പരിജ്ഞാനത്തെ സംബന്ധിച്ച് നമുക്ക്
ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവം ഏകനാണ് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ ഏക സത്യ നിത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. എന്നാൽ ദൈവം ഏകാന്തനല്ല. അവൻ ഏകനാണ്, പക്ഷേ ഏകാന്തനല്ല. ഈ ഏക ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് താൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി പുസ്തകത്തിൽ അച്ചടിച്ച് നമുക്ക് തന്നിരിക്കുകയാണത്. ഇതാണ് വേദപുസ്തകം. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ അധികാരത്തിൽ നാം ഏക സത്യ നിത്യ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ 3 വ്യക്തികളുള്ളതായിട്ട് നമുക്ക് വെളിപ്പാട് തന്നിരിക്കയാൽ നാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യത്യസ്ത വ്യതിരക്ത വ്യക്തികളുള്ള ഏക സത്യനിത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏക സത്യദൈവത്തിലെ 3 വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് ആദ്യത്തെ നമ്മുടെ സത്യത്തിൻ്റെ പരിജ്ഞാനം. 2, ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം നല്ലതായി സൃഷ്ടിച്ചു. 6 ഡേ ക്രിയേഷൻ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലും തുടർന്ന് ന്യായപ്രമാണം നൽകിയപ്പോഴും അല്ലാത്ത പല വട്ടം വീണ്ടും വീണ്ടും ദൈവം 6 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നത് ദൃശ്യവും അദൃശ്യമായ സകലതും 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് വെളിപ്പാടായിട്ട് വേദപുസ്തകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 6 ദിവസം കൊണ്ട് എല്ലാം നല്ലതായി സൃഷ്ടിച്ചു. 6 ദിവസത്തെ സൃഷ്ടി, 7-ാം ദിവസം ദൈവം അതിനെ സംബന്ധിച്ച് പറയുന്നത് എല്ലാം നല്ലത് എന്ന് കണ്ടു എന്നാണ്. ഒന്നും തന്നെ അവിടെ മോശമായിട്ടില്ല. അവിടെ പാപമില്ല, മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. ദൈവവും ദൈവത്തിൻ്റെ പരിപൂർണമായ സൃഷ്ടിയും മനുഷ്യനുമുള്ള ഒരു സാഹചര്യം ആയിരുന്നു. തുടർന്ന് ദൈവം മനുഷ്യനെ ദൈവഛായയിൽ സൃഷ്ടിച്ചു. ഇതെല്ലാം നാം സത്യത്തിൻ്റെ പരിജ്ഞാനമായി പഠിക്കേണ്ട വിഷയങ്ങളാണത്. കാരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആദ്യം ആഗ്രഹിക്കുന്നത്. പാപത്തിൻ്റെ ക്ഷമ, നമുക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ, മരണം, അത് നമുക്ക് ജീവൻ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പുതിയ ജനനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, കർത്താവ് തന്നെ പറഞ്ഞു. പുതിയ ജനനം ആവശ്യമായി വന്നിരിക്കുന്നത് കാരണം നമ്മൾ മരിച്ച അവസ്ഥയിലാണ്, ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. അപ്പം അങ്ങനെ മൂന്നാമതായിട്ട് ആദാം ദൈവത്തോട് അനുസരണക്കേട് മൂലം പാപം ചെയ്തു. അപ്പോൾ ദൈവം സൃഷ്ടാവ്, ദൈവം മനുഷ്യനെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ഈ ദൈവത്തോട് ആദാം അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. എന്നാൽ ഏക മനുഷ്യനാൽ നമുക്ക് ആ മരണത്തിൻ്റെ പരിഹാരം, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു, പാപക്ഷമ ലഭിക്കുന്നു, ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കുന്നു, മരണത്തെ പുനരുത്ഥാനം കൊണ്ട് മാറ്റുന്ന ആത്മീയ വീണ്ടും ജനനത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ ദൈവം മരണമില്ലാത്ത ഒരു പുനരുദ്ധാന ശരീരം കൂടി നൽകി നമുക്ക് നിത്യമായി ദൈവത്തോട് വസിക്കാനുള്ള അവസരം നൽകുകയാണ്. അതുകൊണ്ട് ഏതാനിൽ നഷ്ടപ്പെട്ടത് പാപനിമിത്തം, ആദാമിൻ്റെ പാപനിമിത്തം നഷ്ടപ്പെട്ടത് തിരിച്ച് നമുക്ക് നൽകുവാൻ തക്കവണ്ണം, അതിന് മെച്ചമായി നൽകുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനിൽ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. അവിടെ ഏക മനുഷ്യൻ, 2 ഏകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആദാം, ഒന്ന് കർത്താവായ യേശു ക്രിസ്തു. ഈ 2 വ്യക്തികളെ സംബന്ധിച്ച് നാം നന്നായിട്ട് പഠിച്ചാൽ, അതിൻ്റെ ആ സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ രക്ഷയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവത്തിൻ്റെ ഹിതം നാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. അത് നമുക്ക് അത് ആ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രക്ഷയെ സംബന്ധിച്ച വലിയ അഗാധമായ ദൈവിക നിഗൂഢമായ സത്യങ്ങൾ നമുക്ക്
വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദാമിൽ സകലരും പാപികളായി തീർന്നു, എല്ലാവരിലും മരണം കടന്നു, ലോകത്തിലേക്ക് മരണം കടന്നു. എന്നാൽ ഇതാ വേറെ അവസാനത്തെ ആദാമിൽ ദൈവം നമുക്കെല്ലാം നഷ്ടപ്പെട്ടതിൽ ഉപരിയായിട്ട് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്തിൽ മരണവും ലോകത്തിൽ കടന്നു. റോമാലേഖനം 5:12. അതിനെക്കുറിച്ച് നമ്മൾ അല്പം ചില കാര്യങ്ങൾ തുടർന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ. എന്നാൽ ദൈവം ആദാമിനെ ഹവ്വയെ ഏദനിൽ പാർപ്പിച്ചു. ആദാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം അവരെ ഏദാൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഏദനിൻ്റെ കിഴക്ക് ഒരു തോട്ടമുണ്ടാക്കി അവിടെ അവരെ ആക്കിയാണ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനമായ സത്യത്തിൻ്റെ പരിജ്ഞാനം തന്നെയാണ്. എന്നാൽ ഏദനിലെ ദിവസങ്ങൾ പരിപൂർണത ഉള്ള നാളുകളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സൗന്ദര്യം, ആർട്ട് വർക്ക്, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ, ഒരു ഗാർഡൻ ഉണ്ടാക്കുമ്പോഴെല്ലാം ഇതെല്ലാം ഏതിനിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചുവരവലാണ്. വളരെ മനോഹരമായ പൂക്കളും മനോഹരത എന്നുള്ളത് ദൈവ സൃഷ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ ഒരു വലിയ ഏദനിലാണ് നമ്മളെ ആദാമിനെ പാർപ്പിച്ച് ഹവ്വയെ പാർപ്പിച്ച്. എന്നാൽ പാപനിമിത്തം അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള ജോൺ മിൽട്ടൻ്റെ പ്രമേയം അതായിരുന്നു. എന്നാൽ ഇൻ ക്രിസ്തുവിൽ നമുക്ക് പറുദീസ വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങൾ പരിപൂർണതയുള്ളതായിരുന്നെങ്കിൽ അധികം നാൾ നീണ്ടില്ല. സുന്ദരം, പരിപൂർണം, ഭക്ഷണം, സമ്പൽ സമൃദ്ധം, തക്കതായ തുണ, ഏറ്റവും അനുഗ്രഹീതമായ ദൈവവുമായുള്ള കൂട്ടായ്മ, ചില കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു അവസ്ഥ, പരിപൂർണ അവസ്ഥ ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നൊരു കാര്യമാണ് ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമുക്ക് വരുന്നത് ഈ ദൈവമായിട്ടുള്ള കൂട്ടായ്മ. നമുക്ക് ഏതെങ്കിലും പോലെ അവനോട് ആത്മീയമായിട്ട് നമുക്ക് അവൻ്റെ സന്നിധിയിൽ ചെന്ന് കൃപാസനത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള, നമുക്ക് അപേക്ഷിക്കാനുള്ള അനുഗ്രഹങ്ങൾ. എന്നാൽ തുടർന്ന് സാത്താൻ്റെ രംഗപ്രവേശനം, സാത്താൻ ഹവ്വയെ വഞ്ചിച്ച അവനിലൂടെ ആദാമിലേക്ക് പാപത്തെ പ്രവേശിക്കാൻ തക്കവണ്ണം സാധിച്ചു. ആദാം അനുസരണക്കേട് കാണിച്ചു, വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. അങ്ങനെ ആദാം പാപത്തിൽ വീണു. അങ്ങനെ മരണം നമ്മളെല്ലാവരിലും പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം മരിക്കുന്നത്. ആത്മീയമായിട്ട് മരിച്ച നാം വീണ്ടും ഭൗതികമായിട്ട് മരിക്കാനുള്ള കാരണം എന്താണ്? നീ പൊടിയാവും, നീ പൊടിയിലേക്ക് പോകും. അവൻ തിന്നു എന്നുള്ള അനുസരണക്കേട് കാണിച്ചു, പാപം ചെയ്തു. അതിനുശേഷം ദൈവം അവന് ഒരു ശാപം നൽകുകയാണ്. നീ പൊടിയിൽ നിന്നുണ്ടാക്കപ്പെട്ടവനാണ്, നിന്നെ പൊടിയിലേക്ക് തിരിയും. അതുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ ഇന്നിപ്പോൾ പൂക്കളായിടുന്നത്, പൂക്കിൻ്റെ ഇതളുകളിടും. എന്നാൽ അങ്ങനെയല്ല. നീ മണ്ണാവും, നീ മണ്ണിലേക്ക് തിരിയും എന്നുള്ള മണ്ണെടുത്താണ് നമ്മൾ സാധാരണ ഇടുന്നത്. മണ്ണ്. കാരണം ഇത് ഒരു ദൈവിക സത്യത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. മരണ ശുശ്രൂഷയിൽ അവൻ അടക്കുമ്പോൾ നീ മണ്ണാകും, നീ മണ്ണിലേക്ക് തിരിയും എന്ന് വാഗ്ദത്തം, ആ ശാപം അതവിടെ നിവൃത്തിയാണ്. എന്നാൽ തൻ്റെ പുത്രനിൽ നമുക്ക് നിത്യജീവനുണ്ട്. ഭൗതിക ശരീരം പുനരുദ്ധാനത്തിൽ അത് പുതുതാക്കപ്പെടുമെന്നുള്ളത് നമ്മുടെ പ്രത്യാശ വിഷയമാണ്. അതുകൊണ്ട് ഈ ആദാമിൻ്റെ പാപത്തിന് ഒരുപാട് പരിണിത ഫലങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് പരിശോധിച്ചു. ഒന്ന് ആദ്യമായിട്ടും ആത്മീയ മരണമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞത്, നീ ഈ ഏദൻ തോട്ടത്തിലുള്ള ഏറ്റവും അനുഗ്രഹീതമായ എല്ലാ വൃക്ഷത്തിൽ നിന്ന് നിനക്ക് തിന്നാം. എന്നാൽ ഒരു വൃക്ഷത്തിൽ, നന്മതിന്മയുള്ള വൃക്ഷത്തിൽ നീ തിന്നരുത്, തിന്നുന്നാൾ നീ മരിക്കും. അതാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. അതിന് നമ്മൾ എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ട പൗലോസിൻ്റെ ശുശ്രൂഷ മുഖാന്തരം രക്ഷിക്കപ്പെട്ട എഫേസ്യയിലുള്ള വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ മരിച്ചവരായിരുന്നു, എന്നാൽ ഇതാ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മരണത്തോട് രണ്ടാമത്തെ മരണമാണ് ഭൗതിക മരണം.
3-ാം അധ്യായത്തിൻ്റെ 19 നീ പൊടിയാവുന്നു, നീ പൊടിയിലേക്ക് തിരിയും. അത് നമ്മുടെ ഭൗതിക മരണത്തെ കുറിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 കൊറിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 21 വാക്യങ്ങൾ. നിങ്ങളിത് നിങ്ങളുടെ സമാധാനമായിട്ട് വീട്ടിലിരുന്ന് 2 വേദഭാഗങ്ങൾ വായിച്ചാൽ നല്ലതെന്ന് ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം പറയുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 20 വാക്യങ്ങളും 1 കൊറിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ താഴോട്ട് 57 വരെ വാക്യങ്ങൾ വായിച്ചാൽ നല്ല കാര്യമായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 21 വാക്യത്തിൽ ആദാം മൂലം മരണം. ഇത് സത്യത്തിൻ്റെ പരിജ്ഞാനമാണ്. എങ്ങനെയാണ് പാപം മനുഷ്യനിലേക്ക് കടന്നു വന്നത്, ഈ പാപം മൂലം മരണം, ഈ മരണത്തിൻ്റെ ശിക്ഷ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട സത്യത്തിൻ്റെ പരിജ്ഞാനമാണ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, അതിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അതുമാത്രമല്ല, മരണം മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ പാപത്തിനൊരു അടിമത്വമുള്ള ജീവിതമായി മാറിയിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 34 ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. കർത്താവിന് പറഞ്ഞു, നിങ്ങൾ ആരെ അനുസരിക്കുന്നുവോ അവരുടെ അടിമയാണ്. തിന്മയെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിന്മയുടെ ആൾക്കാരാണ്. നിങ്ങൾ നീതി അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നീതിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ആദാമിൻ്റെ പാപ നിമിത്തം മരണം കടന്നു വന്ന അതിൻ്റെ മക്കളാണ് നാം. അത് നമ്മുടെ ജീവിതത്തിൽ അത് തുടരുകയാണ്. എന്നാൽ അവസാനത്തെ ആദാമിൽ ഇതിനെല്ലാം പ്രതിവിധി നഷ്ടപ്പെട്ടതിലും ഒരു വലിയ കൃപയുടെ ഗിഫ്റ്റ് നമുക്ക് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 3-ാമതായിട്ട് പാപത്തിൻ്റെ പരിണതഫലം പാപ സ്വഭാവമുള്ളവനായി തീർന്നു. നമുക്ക് പാപ സ്വഭാവമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ കാര്യങ്ങൾ, അത് പൗലോസിൻ്റെ സ്വന്തം കാര്യം മാത്രമാണോ, അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് ദൈവിക വെളിപ്പാടാണോ? അത് തീർച്ചയായിട്ടും മനുഷ്യന് പാപം നിമിത്തം വന്ന പരിണതഫലങ്ങൾ അത് നിരവധിയാണത്. നമുക്ക് ഒരിക്കൽ പോലും അതിനെ മറികടക്കാൻ പറ്റാത്ത വിധം അത് ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. പാപത്തിൻ്റെ പരിണതഫലങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രം, നമ്മളിലല്ല, അത് ക്രിസ്തുവിൽ മാത്രമാണ് എന്ന് നാം പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പാപവും പാപത്തിൻ്റെ പരിണതഫലങ്ങളും ദൈവിക കാഴ്ചപ്പാടിൽ നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. നമ്മുടെ സ്ഥലപ്രവർത്തികളൊന്നും സാധ്യമല്ല. ന്യായപ്രമാണം കൊണ്ട് പറ്റത്തില്ല, ഒന്നും കൊണ്ടും പറ്റത്തില്ല. ആകെ പറ്റുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തു മാത്രമാണ്. അപ്പം അങ്ങനെ നാം മരണം നമ്മളിലേക്ക് കടന്നു, പാപത്തിന് അടിമകളായി, പാപ സ്വഭാവമുള്ളവരായി, സാത്താൻ്റെ അടിമകളായി. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ്റെ അടിമത്വം ഇന്ന് നമ്മളെ ഭരിക്കുന്ന, ഈ ലോകത്തെ ഭരിക്കുന്ന, അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങൾ എന്താണ്? അത് ദൈവിക ആശയങ്ങളല്ല. ദൈവിക ആശയങ്ങളല്ല നാം ഇന്ന് ഭരിക്കപ്പെടുന്നത്. അത് ഈ ലോകത്തിൻ്റെ, അന്ധകാര ലോകത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഇഷ്ടമനുസരിച്ചാണിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സമാധാനപ്രദമായ കർത്താവായ യേശു ക്രിസ്തു വന്നാൽ മാത്രമേ നമുക്ക് വാസ്തവമായ സമാധാനവും നല്ലൊരു ഭരണവും ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആഗ്രഹവും അത് തന്നെയാണ്. കർത്താവ്, നീ എന്നു വന്ന കാര്യങ്ങൾ ശരിയാക്കും, നിൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഈ ലോകം ആദാമിൻ്റെ പാപത്തോടു കൂടി ആദാമിൻ്റെ മക്കളും ഈ സാത്താൻ്റെ ലോകത്തിന് അടിമയായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ 5-ാമതായിട്ട് നാം പാപത്തിൻ്റെ പരിണതഫലങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയിലകപ്പെട്ടു. എഫെസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ വായിച്ച് കേൾപ്പിക്കാം എന്താണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അവയിൽ
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മുടെ അവസ്ഥ അങ്ങനെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെട്ട എഫേസ്യയിലെ സഭയോട് പറയുകയാണ്, സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ ഒരു വലിയ പ്രമാണമാണ്. ഞാനത് പലപ്പോഴും മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നിങ്ങൾ ആരനുസരിക്കുന്നുവോ അവരാണ് നിങ്ങളുടെ യജമാനൻ. അങ്ങനെ നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിക്കുന്നത്? അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടക്കുന്നു. അവനെ അനുസരിക്കുന്ന ഒരു ലോകമാണ് നാം ഇന്ന് കാണുന്നത്. അത് അവിടെയാണ് കൊല്ലയും കൊലപാതകവും നുണയും വഞ്ചനയും ഉള്ളത്. എന്നാൽ വാസ്തവമായിട്ടുള്ള ഏതാനിൽ നഷ്ടപ്പെട്ട ആ പരിപൂർണത, സത്യസന്ധത, നിത്യത, നീതി, ന്യായം എന്നീ കാര്യങ്ങൾ അത് അല്ലെങ്കിൽ നാം തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക്, സാത്താൻ്റെ ഭരണത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് നാം വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ശിക്ഷയിലകപ്പെട്ടു, പാപത്തിൻ്റെ പരിണതഫലമായി ദൈവത്താൽ നാം ശപിക്കപ്പെട്ടു. 3-ാം അധ്യായം നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ട വിഷയമാണ്. അതവരോട് ഞാൻ പറഞ്ഞത് നീ കേൾക്കാതെ നിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ട് നീ അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനാണ്. നിൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ടാണ് നിൻ്റെ ജീവിതം. നീ പൊടിയിലേക്ക് തിരിയും വരെ നിനക്ക് നെറ്റിയിലെ പൊടി കൊണ്ട് നിനക്ക് അധ്വാനം. നീ കൃഷി ചെയ്യുമ്പോൾ നിനക്ക് നിൻ്റെ വേണ്ട വിധത്തിൽ അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുകയില്ല. കാരണം ഭൂമിയെ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് രക്ഷ എന്നുള്ള വിഷയം അത് മർമ്മപ്രധാനമായൊരു വിഷയമാണ്. ആത്മീയ രക്ഷ, ഭൗതികമായ ശരീരത്തിൻ്റെ രക്ഷ, ഈ ലോകത്തിൻ്റെ രക്ഷ, സന്തോഷവും സമാധാനവും മരണമില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള കടപ്പ്, ഇതെല്ലാം നമുക്ക് ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ തുടർന്ന് നമുക്കറിയാം, ദൈവം ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. വെരി ബാഡ്. എത്രയോ സമ്പൂർണമായ നല്ല പരിപൂർണതയുള്ള സൗന്ദര്യവും സൗഭാഗ്യവുമുള്ള ഒരു അവസ്ഥയായിരുന്നു ഏദൻ തോട്ടത്തിൽ. ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അവിടേക്ക് തിരിച്ചു പോകാനുള്ള നമ്മുടെ ഒരു വെമ്പൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ പ്രവർത്തന ശൈലികൾ നമുക്ക് കാണാം. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ, കല്യാണം കഴിക്കുമ്പോൾ, ഭവനം ഉണ്ടാക്കുമ്പോൾ, അതിന് ചുറ്റുമുള്ള പൂങ്കാവനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണാനുള്ള പ്രകൃതി സൗന്ദര്യം കാണാനുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യാനായിട്ട് നാം ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഏതായാലും നിന്ന് പുറത്താക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്നകന്നു. എന്നാൽ ഈ നല്ലവനായ ദൈവം, കൃപയാലുവായ ദൈവം നന്മയ്ക്കായി പല കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിത്യമായി നശിക്കാതിരിക്കാൻ തക്കവണ്ണം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള പ്രവേശനം ദൈവം മുടക്കി. അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ അനുസരിക്കാതെ നിങ്ങൾ ഭാര്യയുടെ കാര്യം പറഞ്ഞ് നീ പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു, ഇനി നീ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും കൂടി തിന്നു കഴിഞ്ഞാൽ നീ നിത്യമായിട്ട് മരിക്കും, നിന്നെ ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം ചെയ്തു, അവനെ പുറത്താക്കി. വീണ്ടും ഏദൻ തോട്ടത്തിലേക്ക് വന്ന് അത് ആ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് തിന്നാതിരിക്കാൻ തക്കവണ്ണം ദൈവം നന്മയ്ക്കായിട്ട് ഒരു കാര്യം ചെയ്തിരിക്കുക. നിത്യമായി നശിക്കാതിരിക്കാൻ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള പ്രവേശനം ദൈവം തന്നെ മുടക്കി. രണ്ടാമതായിട്ട് 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു രക്ഷകനെ വാഗ്ദത്തം ചെയ്തു. ഒരു രക്ഷകനെ വാഗ്ദത്തം ചെയ്തു. ആ രക്ഷകൻ അതാണ് ഒടുക്കത്തെ ആദാം, ലാസ്റ്റ് ആഡം. ഫസ്റ്റ് ആഡം, ലാസ്റ്റ് ആഡം. ഫസ്റ്റ് ഒന്നാമത്തെ ആദം ദൈവം അവൻ സൃഷ്ടിച്ചു. തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആദാം, അവൻ പാപം ചെയ്ത് പുറത്താക്കപ്പെട്ട അവൻ്റെ രക്ഷകനായിട്ട് ദൈവം ഒടുക്കത്തെ ഒരു ആദാമിനെ അയക്കുകയാണ്. അങ്ങനെ ഒന്നാം ആദാം, ഒടുക്കത്തെ ആദാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യമാണ് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം.
ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒന്നാം ആദാം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം, അതാണ് ഈ ലാസ്റ്റ് ആഡം. ഇംഗ്ലീഷിലേക്ക് ഇത് പരിഭാഷ ചെയ്തിരിക്കുന്നത് ദി ലാസ്റ്റ് ആഡം എന്നാണ്. ദി ഫസ്റ്റ് ആഡം ബിക്കെയിം എ ലിവിങ് സോൾ, ദി ലാസ്റ്റ് ആഡം ബിക്കെയിം എ ലൈഫ് ഗിവിങ് സ്പിരിറ്റ് എന്നാണ് ഇത് കിങ് ജെയിംസ് വേർഷനിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ആദാമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആദാമിൽ, ഒന്നാമത്തെ ആദാമിലാണ് അവൻ്റെ മക്കളാണ്, അവൻ്റെ മരണം, അവൻ്റെ വിവിധ തരത്തിലുള്ള പാപത്തിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം. അവരെ രക്ഷിച്ച് ക്രിസ്തുവിൽ ആക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് വലിയൊരു പരിജ്ഞാനമാണ്. അതുകൊണ്ട് നാം ഈ വീണ്ടും ജനിക്കാതെ ഈ ആദാമിൽ തുടർന്നാൽ നമ്മൾ വീണ്ടും രണ്ടാമത്തെ മരണത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും. അത് വേറൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമുക്ക് 2 ആദാമുകൾ ദൈവത്തിൽ കാണാം. ഒന്നാമത്തെ ആദാം അവൻ ജീവനുള്ള ദേഹിയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആദാം കർത്താവ് യേശു ക്രിസ്തു അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി. ജീവൻ നഷ്ടപ്പെട്ടത് തരുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ അവൻ പൂർണ്ണ ദൈവവും കൂടി ആയിരിക്കണം. ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടി പകരക്കാരനാകുവാൻ മനുഷ്യനായിരിക്കണം. ഒരു പാപിക്ക് വേണ്ടി പകരക്കാരനാകുവാൻ പാപരഹിതനായിരിക്കണം. നീതികെട്ടവർക്ക് വേണ്ടി പകരക്കാരനാകുവാൻ നീതിമാനായിരിക്കണം. ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിലുള്ള സവിശേഷതകളാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തു. ഇതിനോടുള്ള ബന്ധത്തിലാണ് നാം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ നിന്ന് 3-4 വാക്യങ്ങൾ വായിച്ച് ഈ ഒന്നാം ആദവും രണ്ടാം ആദവും അവസാനത്തെ ആദവും തമ്മിലുള്ള ചില സാമ്യങ്ങൾ, കോൺട്രാസ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആത്മരക്ഷ എന്ന നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെയാണ്, കൃപ എങ്ങനെയാണെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായി സാധിക്കും. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ ഈ വായിച്ച വാക്യമാണ്. പാപമോ അതുകൊണ്ട് ഏക മനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ, അത് ആദാമാണ്, ഒന്നാമത്തെ ആദാം. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക, മരണം സകല മനുഷ്യരിലും പരന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാപികളായിട്ട്, പാപസ്വഭാവമുള്ളവരായിട്ട്, മരിച്ചവരായിട്ട് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെ അനുസരിക്കുന്നവരായിട്ട് തീർന്നിരിക്കുന്ന കാരണം അതാണ്. അതിൻ്റെ 15-ാം വാക്യം, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത അനേകർ മരിച്ചു. ഏകൻ അത് ആദാമിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് അനേകർ മരിച്ചു. എൻ്റെ മക്കളെല്ലാം മരിച്ചവരായിട്ട് ജനിക്കുന്നവരാണ്. എന്നാൽ ഏകൻ്റെ ലംഘനത്തെ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുകയാണ്. അനേകർക്ക് വേണ്ടി. ഈ അനേകരിൽ നിങ്ങൾ പെടുമോ എന്നുള്ളതാണ് വിഷയം. ദൈവം എല്ലാവർക്കും വേണ്ടി ചെയ്തിരിക്കുകയാണ്. അതിൽ നിങ്ങൾ, ആ അനേകരിൽ നിങ്ങൾ പെടുമോ? കാരണം എല്ലാവരും ഈ സുവിശേഷത്തിൽ ശ്രമിച്ച് ഈ ദൈവത്തിലേക്ക് വന്ന്, ഈ ഏകസത്യ നിത്യ ദൈവത്തിലേക്ക് വന്ന്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവൻ ഏകസത്യ ദൈവത്തിലേക്ക് വന്നു, അവൻ തന്ന ക്രിസ്തുവിലേക്ക് വന്ന് അവരുടെ ഇച്ഛ ദൈവത്തിൻ്റെ ഇച്ഛയായിട്ട് മാറാൻ സാധ്യത വളരെ കുറവാണ്. വളരെ ചുരുക്കം പേരേ ഉള്ളൂ. കർത്താവിന് പറഞ്ഞു, നാശത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും അത് കണ്ടെത്തുന്ന ചുരുക്കവും അത്രേ. അതുകൊണ്ടാണ് ഇന്ന് സഭകളിൽ പലരും ബൈബിൾ ചർച്ചിലെല്ലാം ഞങ്ങളെപ്പോലുള്ള ഈ സത്യസുവിശേഷ വിഹിത സഭകളിൽ പലപ്പോഴും അംഗസംഖ്യ കുറയാനുള്ള കാരണം ഇതാണ്. അങ്ങനെ 15-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമും തമ്മിൽ വ്യത്യാസം നമുക്ക് അറിയാം. 17-ാം വാക്യത്തിൽ ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പാപം വാഴാനുള്ള കാരണം അത് നമ്മുടെ നേതാക്കന്മാരായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, സഭാ നേതാക്കന്മാരായിക്കോട്ടെ, സഭയിലെ അംഗങ്ങളായിക്കോട്ടെ, അതിൽ നമ്മൾ ഏകൻ്റെ ലംഘനത്താൽ മരണം ഏകൻ വാണുവെങ്കിൽ വാണുകൊണ്ടിരിക്കുകയാണ്. കൃപയുടെ നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകന നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇവിടെ റെയിനിങ് ആണ്, വാഴുന്ന ഭരണം ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 18-ാം വാക്യത്തിലും അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യൻ ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവ കാരണമായ നീതീകരണവും ലഭിച്ചു. നീതീകരണം വളരെ പ്രധാനപ്പെട്ട
ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ കോടതിയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതിമാനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഏകലംഘനത്താലാണ്, ഏകലംഘനം, ആദാമിൻ്റെ ലംഘനം. എന്നാൽ ഒടുക്കത്തെ അവസാനത്തെ ആദാം കർത്താവ് യേശുവിൻ്റെ അനുസരണം, ഏകൻ്റെ നീതിയാൽ ഒരു ഭാഗത്ത് ഒന്നാം ആദാം നിമിത്തം നമുക്ക് ശിക്ഷ ലഭിക്കുകയാണ്. ആ ശിക്ഷ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, നിത്യമായ അകൽച്ചയാണത്. നിത്യമായി ദൈവത്തിൽ നിന്ന് അകലെത്തുന്ന ആ അകൽച്ച അങ്ങനെ അകന്നു തീരുമാനിക്കപ്പെട്ട ആ ശിക്ഷാവിലകപ്പെട്ടവരെ അയക്കുന്ന സ്ഥലമാണ് നമ്മൾ നരകമെന്ന് പറയുന്നത്. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ളവർക്ക് വേണ്ടി അത് ജീവൻ്റെ കാരണമായി തീരുന്നത് കൊണ്ട് ജീവനുള്ള ദൈവത്തോടു കൂടെ നമുക്ക് ആയിരിക്കാൻ കഴിയും. അങ്ങനെയാണ് 18-ാം വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19-ാം വാക്യത്തിലും ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ. ഏക മനുഷ്യൻ്റെ അനുസരണം, ഒരു അനുസരണക്കേട് കൊണ്ട് നമ്മളെല്ലാം ആദാം ഒരു അനുസരണക്കേട് കാണിച്ചു. മക്കളായ നാമോ കോടാനുകോടി അനുസരണക്കേടുകൾ കാണിക്കുന്നവരാണ്. അനേകർ പാപികളായി തീർന്നത് പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇതാണ് നീതീകരണം എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ദൈവത്തിലേക്ക് കടന്ന് തക്കവണ്ണം നീതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവം തൻ്റെ പുത്രനുള്ള നീതി നമ്മുടെ നേരെ കണക്കിടുകയാണ്. അതാണ് നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത്. ഇത് വളരെ ആഴമായ സത്യത്തിൻ്റെ പരിജ്ഞാനമാണത്. എങ്ങനെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നു? ദൈവത്തിലേക്ക് കടന്നില്ല എന്നൊക്കെ ഏതാൻ തൊട്ട് നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം എങ്ങനെയാണ് തൻ്റെ പുത്രനിൽ ഒടുക്കത്തെ ആദാമിൽ അത് ക്രമീകരിച്ചിരിക്കുന്നുള്ളത് വളരെ നമുക്ക് അനുഗ്രഹീതമായ ഉപദേശങ്ങളാണ്. അങ്ങനെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആദാം മൂലം മരണം, 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അവിടെ തന്നെ 15-ാം അധ്യായത്തിൽ നമുക്ക് 45-ാം ഒന്നാം ആദാം ഒടുക്കത്തെ ആദാം. അപ്പോൾ ഒന്നാം ആദാം നഷ്ടപ്പെട്ടത്, ഒടുക്കത്തെ ആദാമിൽ നമുക്ക് എല്ലാം അതിനപ്പുറമായിട്ട് കൃപയിൽ ലഭിക്കുന്നു എന്നുള്ളത്. ആയതിന് എല്ലാവർക്കും പകരം ഒരു മധ്യസ്ഥൻ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്ക് ഏകദൈവം, ഏക മധ്യസ്ഥൻ, ഏകരക്ഷകൻ. ആ ഏകരക്ഷകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. ആയതിനാൽ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഭാഗമായി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുക, വിശ്വസിക്കുക, ആശ്രയിക്കുക, അനുസരിക്കുക. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. സത്യത്തിൻ്റെ പരിജ്ഞാനമുള്ളവരായി, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഭാഗമായി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക, യേശുക്രിസ്തുവിനെ അനുസരിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കോടതിയിലെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രഖ്യാപനങ്ങളാണല്ലോ നടക്കുന്നത്. ഇത് മനുഷ്യനാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇത് ബോധ്യം നൽകുകയും അത് വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. മഹത്വത്തോടത്തേക്ക് നൽകുന്നു, അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളോട് ഇരിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.